ഹലോ, ഞാൻ സുനി സഞ്ജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തു. ആമീൻ. എൻ്റെ പൗലോക്കുഞ്ഞ് പറയണേ ആമീൻ എന്നും പ്രാർത്ഥിക്കും. പൗലോക്കുഞ്ഞിനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നും കുഞ്ഞുവിനെ നിർബന്ധം വീഡിയോ കാണിച്ചിട്ട് അമ്മയെ പ്രാർത്ഥിക്കുമെന്ന് പറയും. അപ്പം ഞാൻ പൈതൽ വളർന്നു എന്ന് പറഞ്ഞ വഴിയെ പൗലോക്കുഞ്ഞ് കാണിക്കണേ കേട്ടോ. രണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാ. പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ എൻ്റെ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്നു. ആമേൻ. അത് കേൾക്കണ വഴി ആമേനൊക്കെ പറയും. അപ്പോൾ നമ്മൾ മക്കളെയൊക്കെ അങ്ങനെ അനുഗ്രഹിച്ചോട്ടെ. വലുതായാലും യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കാൻ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കസിനുണ്ട് സ്വപ്നേനെ ഞാൻ ഇപ്പോഴും കാണുമാട്ടെ. ഞാൻ അവിടെ കുറച്ച് ദിവസം വെള്ളം കയറിയപ്പോൾ പണ്ട് പോയി നിന്നപ്പോൾ സ്വപ്നം വൈകിട്ട് മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ എല്ലാം പറഞ്ഞ് അവർക്കിടെ ഹൃദയത്തിൽ തോന്നണം എല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ച് ഒരു ഉമ്മയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടൊരു വീഡിയോയിൽ, ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ ഉണർവ് ഉള്ളവളായിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. എൻ്റെ മക്കളോട് എപ്പോഴും കുസ്തി കൊടുത്തായിരിക്കത്തുള്ളൂ. ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ണിക്കുട്ടരെ പോലും. പക്ഷേ അവർ ഞാൻ സ്നേഹിക്കാത്തതാണ്. എന്നോട് വലിയ അടുപ്പമൊന്നുമില്ലേ. ഞാൻ ചെന്ന വഴിയെ ഉണ്ണിക്കുട്ടനെ കെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ ചൊല്ലും. അവൻ പേടിച്ചു പോയി. ഇതെന്തൊരു സൂക്കാടാ, പുതിയൊരു സൂക്ക്, ഇതെന്ത് മെനകൃതി, അവൻ ഇതെന്ത് മെനകൃതിയാന്ന് ചോദിച്ചു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അവൻ പേടിച്ചു പോയി. ഞാനങ്ങനെ കെട്ടിപ്പിടിക്കാറും ഉമ്മ വയ്ക്കാറുമില്ല രണ്ടുപേരെയും. ഓർമ്മയിൽ അങ്ങനെ ഉമ്മ വെച്ചിട്ട് ഒന്നുമില്ല. പിന്നെ അപ്പക്കുട്ടനെ ഉമ്മ ഇടയ്ക്കൊക്കെ ഒരു ഉമ്മ കൊടുക്കാറുണ്ട്. അന്നേരം ഉണ്ണിക്കുട്ടനെ കൊതുകുത്ത് അല്ല കുശുമ്പ് തോന്നും കേട്ടോ. അവനിങ്ങനെ ഭയങ്കര നമ്മുടെ ഞാനങ്ങനെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ സ്നേഹം വലിയ ആഗ്രഹം. ആ പിള്ളേരുടെ എല്ലാവരുടെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരിക്കട്ടെ. എനിക്കറിഞ്ഞാവിടാ. എനിക്ക് എന്നെ അമ്മച്ചിയൊന്നും അങ്ങനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചിട്ടില്ല. അറിഞ്ഞിട്ടാണോ ഞാൻ അങ്ങനെ ആയിപ്പോയത്. പക്ഷെ നമ്മളങ്ങനെ ആകരുത്. പിള്ളേർക്കൊക്കെ എല്ലാവരും നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം. കുഞ്ഞിലേ മുതൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ അനുഗ്രഹം അവരിലേക്ക് ചെയ്യും. അവർക്കത് ഭയങ്കര പിള്ളേർക്ക് ആൺപിള്ളേർക്കും ഇഷ്ടമാണ്, പെൺപിള്ളേർക്കും ഇഷ്ടം. എൻ്റെ പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടമാട്ടോ. പക്ഷെ ഞാനൊരു അവരോടിങ്ങനെ എൻ്റെ ആങ്ങളെ വെക്കണം, നീ കോഴിപ്പോരിന് നടക്കണം മക്കളോടെന്ന്. കോഴിപ്പോരിന് നടക്കണമല്ലേ അവൾ രണ്ട് ചെറുപ്പന്മാരെ പുറം നടക്കണം. എനിക്കിതാ തൊഴിൽ. സ്നേഹം ഭയങ്കര, പക്ഷെ പ്രകടിപ്പിക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല, പ്രകടിപ്പിക്കണം. യേശയ്യ 61:7 പറയുക, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കുന്നു. അപ്പോൾ നാണക്കേടും പ്രശ്നമൊക്കെ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവം കൊണ്ടോട്ടാ. ദൈവം അനുഗ്രഹിച്ച യേശുവിൻ്റെ നാമത്തിൽ അല്ലാത്തവർക്കും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ മനുഷ്യർ വെറുതെ ഇരിക്കണ മനുഷ്യരെ പറ്റി ഓരോന്നൊക്കെ ഉണ്ടാക്കണല്ലേ, എനിക്കറിയാൻ പാടാം. പക്ഷേ ദൈവത്തിലേക്ക് തിരിയുന്നവനെ ആരെ എവിടെ കളിയാക്കിയാലും അവിടെ തന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു യേശുമ്പരാനുണ്ട് കേട്ടോ. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ എങ്ങനെയാണോ അവിടെ താഴ്ന്ന ഇതിലാണോ അവിടെ തന്നെ ഉയർത്തി മാനിക്കുള്ളൂ. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും. അപ്പോൾ ആ യേശു ക്രിസ്തുവിനെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താണ്ട് യേശുപ്പാന്നോ അല്ലെങ്കിൽ എൻ്റെ യേശുപ്പനെ ഒരു ഫ്രണ്ടായിട്ട് കൂട്ട്. ഏത് രീതിയിലും നിങ്ങളുടെ ഹൃദയത്തിയിട്ട് വിളിക്കുക, നിങ്ങൾ കൂട്ടുകൂടുക, വർത്താനം പറ. ഫ്രണ്ടായിട്ട് കൂട്ടുന്ന കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരനുണ്ടെങ്കിൽ കണ്ണാടി വേണ്ടല്ലോ. അതുപോലെ അങ്ങനെയല്ലേ പറയണം, നല്ല സുഹൃത്തുണ്ടെങ്കിൽ കണ്ണാടി വേണ്ട, അങ്ങനെയല്ലേ പഴമൊഴി. അതുപോലെ അപ്പോൾ യേശു അപ്പാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും അപ്പം ചെയ്യേണ്ട ചുമതല യേശുപ്പൻ എനിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും യേശുപ്പനെ വിളിക്കുക. ഒത്തിരി പേര് ഇത് പറയാറുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ യേശുപ്പാന്ന് പറഞ്ഞ് മിക്കവാറും കുടുംബത്തിലും ചോദിക്കുന്ന, അപ്പോൾ നീ മതം മാറിയോ, നീ ഇപ്പോൾ യേശുപ്പ എനിക്ക് പറ്റില്ല. ഇന്നേ അത് വേറെ പോകുന്നത്. ഇന്ന് അടിപൊളി സെറ്റുകളാട്ടോ. അടിപൊളി സെറ്റാണ്. ആദ്യം കാണിക്കുന്ന സെറ്റ് യോക്കിലാണ് ഇത് വെക്കണേ. എങ്ങനെ വേണേലും ആക്കാം അല്ലേ? യോക്കിൽ വെച്ച് കാണിക്കാം. ഇത് താഴെയാണ്, പക്ഷേ യോക്കി വെച്ച് തയ്ക്കാം. ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഇതിന് ലെങ്ത് ഇല്ലായിരുന്നു. യോക്കി വെച്ച് കാണിക്കുമ്പോഴാണ് കറക്റ്റ്. താഴെയാണ് ഇതിൻ്റെ വർക്ക് കൊടുത്തേക്കണേ. പക്ഷേ നമുക്ക് ഞാൻ ഇങ്ങനെ തയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും തയ്ക്കാവേ. ഇതിൻ്റെ ഷോള് അപ്പടി ക്രോഷ്യോ ആട്ടോ. എൻ്റെ അമ്മേ, രണ്ട് വശവും ക്രോഷ്യോ ഫുള്ള്. എനിക്ക് വയ്യ. ദേ ഇങ്ങോട്ട് നോക്ക, ക്രോഷ്യോയുടെ ബഹളം. ദേ ബോട്ടേത് ക്രേപ്പിലാട്ടോ. ഞാൻ എന്നായാലും ഇങ്ങനത്തെ സാരി എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചുരിദാർ തയ്ച്ചു തരാൻ പോവാം. എവർ പറയും നല്ല പഴയതെല്ലാം പഴുത്ത് പള്ളയെ കളഞ്ഞിട്ട് ഇങ്ങനത്തെ ചുരിദാർ തയ്ച്ചിടാൻ. പഴയത് ഞാൻ കളയില്ല, എന്നാലും ഇങ്ങനെ
ഇത് താഴെ വരുത്തിയാൽ മതി കേട്ടോ. ബോട്ടം കോട്ടണിൽ പ്രിൻ്റ്, പ്യുർ കോട്ടൺ, ഒറിജിനൽ ക്രേപ്പാട്ടോ. കഴുകുമ്പോൾ നീളം ചുരുങ്ങുമെന്ന് അറിയാൻ പാടില്ല, വേണമെങ്കിൽ ഡ്രൈ വാഷ് ചെയ്തോ. ഒറിജിനലാണ്. 1690 ഉള്ളൂ. ഇതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. 99 ആണോ? 99 ആട്ടോ. 1699 ആണ്. നല്ല നല്ല കളേഴ്സാട്ടോ. സഫയർ ഗ്രീനും ഇത് എല്ലാം ഇവിടെ ക്രോഷിയുണ്ട്, ഒറിജിനൽ ക്രേപ്പും. ഇത് നോക്കി കണ്ടോ, കോൺട്രാസ്റ്റ്. $1699 ഉള്ളൂ. പെട്ടെന്ന് എടുത്താൽ കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വിലക്കുറവിൽ വന്നിട്ടില്ല. ഇതിൻ്റെ വില കൂടിയതും നമുക്ക് ഉണ്ട് കേട്ടോ. അത് അടുത്ത വീഡിയോ കാണിക്കും. ഞാനിപ്പോൾ വിലക്കുറഞ്ഞാൽ ഞാൻ കൂടുതൽ എടുത്തേക്കണം. ക്രോഷ്യ കുറേ കൂടെ കൂടുതലും ഒക്കെ ഉണ്ട്, അപ്പോൾ വില കൂടും. ഈ ഷോളൊക്കെ ഫുള്ള് ലേസ് ക്രോഷ്യ ചെയ്ത് ഇതിലാട്ടോ. ഇത് താഴത്തേട്ടാട്ടോ. അത് എന്ത് രസമുള്ള ചോക്ലേറ്റ് കളറാ. ഇങ്ങനെ വെച്ചൊന്ന് കാണിക്കട്ടെ എന്നാ. ഇപ്പോഴാ ഷോളൊക്കെ എടുപ്പ് വരുള്ളൂ. ഇതുണ്ടോ, ഒത്തിരി കളേഴ്സാട്ടോ. അത് കാരണേ ഇത് എങ്ങനെ ഒരു കളർ തന്നെ ഒത്തിരി കിട്ടിയിട്ടില്ല. അത് കാരണം കുറേ കളേഴ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കാൻ തികയില്ല. 1699 ഉള്ളൂ. ഞാനിനി വണ്ണം കുറവ് തോന്നിക്കാൻ വേണ്ടി ഇങ്ങനത്തെ എല്ലാം നല്ല അടിപൊളി കളേഴ്സാട്ടോ. അതേ പേസ്റ്റ് കളർ, നമുക്ക് സൂപ്പർ കളർ കോമ്പിനേഷൻ, അടിപൊളി ഒറിജിനൽ ക്രേപ്പ് ഷോളാണ്. ഷോളിൻ്റെ ഇവിടെ നോക്കുക, ഇവിടെയൊക്കെ ക്രോഷ്യ കേട്ടോ. ഇതേ മൊത്തം ക്രോഷ്യയിലെ ഷോളും, അതുപോലെ ഷോളും ഒറിജിനലാട്ടോ. കഴുകുമ്പോൾ ചുരുങ്ങിയെന്നൊന്നും പറയരുത്, ഡ്രൈ വാഷ് ചെയ്തു. ഞാനല്ലാണ്ട് കഴുകാറുണ്ട്. ഇങ്ങനെ ഇട്ട് ഞാൻ 2 വർഷം കഴിയുമ്പോൾ കഴുകണേ, പിന്നെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ഒന്നും പോകാറില്ല. അന്നപ്പോഴത്തേരും അത് ലയിച്ച് ചേരും. അതോടെ പിന്നെ ചുരുങ്ങാറും പറക്കാറുമില്ല. പിന്നെ ചിലപ്പോൾ ലൈനിങ്ങൊക്കെ നീണ്ടു വന്നാൽ ഞാനത് കൊണ്ടുവന്ന് ചുരുക്കും. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. നല്ല ഗോൾഡൻ യെല്ലോയും മുന്തിരി കളർ ബോട്ട. ഇത് തിരിച്ചു വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഉണ്ടല്ലേ, താഴത്തെ വർക്ക് കാണാൻ വേണ്ടിയാട്ടോ. താഴത്തേട്ട് വർക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കളർ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് ഈ ചുരിദാർ സെറ്റ് അപ്പടി വെറൈറ്റിയാണ്. എന്നിട്ട് അവസാനം ഒരു 5-6 സെറ്റ് ഫൈനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാലേ അങ്ങനെ നമുക്കപ്പോൾ ഏറ്റവും അല്ലെങ്കിൽ ആദ്യം കണ്ടത് മറന്നു പോകും. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അവസാനം ഫൈനലൈസ് ചെയ്താൽ മതി. ഇത് രസമുള്ള കളേഴ്സാന്ന് ഓർക്കൊക്കെ. ഗ്രീന് സൂപ്പർ. ഇതെല്ലാ കളേഴ്സും ഒരെണ്ണം പോലും എനിക്ക് മോശമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എന്താണ് എൻ്റെ ഫേവറേറ്റ് റാണി പിങ്കൊക്കെ. ആകെ റേറ്റ് 1699 ഉള്ളൂ. ഇതിൻ്റെ ബോട്ടം ഇതാട്ടോ. ഈ ബോട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കണോ? നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഗ്രാൻഡാണ്. ഈ സെറ്റുകൾ എന്നും മുതലുള്ള അല്ലെ കോട്ടയും ഇതുമൊക്കെ എന്നോട് എടുത്തോളാം. അവരെല്ലാ സെറ്റും എന്നോട് എടുത്തോളാൻ പറയും. അവർക്കങ്ങ് പറഞ്ഞാൽ മതി. കാശ് ഓടിക്കണ്ടേ, കാശ്. എൻ്റെ മൂത്ത ആങ്ങളെ കേൾക്കണം കേട്ടോ. എപ്പോഴും ഉപദേശം. മക്കൾക്ക് ഉണ്ടാക്കാൻ നടക്കും. അവൾ തിന്നുവോ ഇല്ല, കുടിക്കുകയോ ഇല്ല എന്നും പറഞ്ഞ് എന്നും എൻ്റെ മൂത്ത ആങ്ങളയ്ക്ക് വന്ന വഴിയെ രക്തപരിശോധനയാട്ടോ. എൻ്റെ ആങ്ങളെ വന്ന വഴിയെ നീ ഒന്നും തിന്നുവാൻ കുടിക്കുകയും ചെയ്യണില്ലടി ഇങ്ങനെ കണ്ണു നോക്കും. ഒരിക്കലും എനിക്കൊന്നത് അയമ്പുറം കണ്ണു വെളുത്തിരിക്കും. ഉടനെ കൊടുക്കും. അവൾ മക്കൾക്കുണ്ടാക്കാൻ നടക്കും. തിന്നുമില്ല, കുടിക്കൂല, എനിക്ക് പിശുക്കാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇത് കണ്ടോ, ലേസ് കണ്ടോ അരികത്ത്. ഭയങ്കര രസം. ഇത് താഴെ വരെ ഇറക്കം കേട്ടോ. അതാ 47 ചെറുക്കം കിട്ടും. ഇത് ഇങ്ങനെ വെച്ചടിച്ചേക്കണത് പിൻ ചെയ്ത് വെച്ചേക്കോ, 2ആയിട്ട് മടക്കി. സാധാരണ ക്രേപ്പ് എടുക്കുമ്പോൾ പണ്ട് ഇത് ഇറക്കം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ അവരതിന് പരിഹാരം കണ്ടു. നല്ല ലെങ്തി തയ്ച്ചോ, കഴിയുമ്പോൾ ചുരുങ്ങിയാലും അത് ബാക്കിത്താം ചൂട് താ. ഇത് കളർ കോമ്പിനേഷൻ അല്ല, ഇത് ആദ്യം തിരിച്ചും മറിച്ചും ഒക്കെ
അടിപൊളി സംഭവം. പെട്ടെന്ന് എടുത്തോ. ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇവർ കോട്ടാക്കാർ, അവർ എല്ലാവരും ഇത് ഇങ്ങനെയാണ്. അവർ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇറക്കും. പക്ഷേ ഇപ്പോൾ കോട്ടയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ ഇതിൻ്റെ സെറ്റുകൾക്ക്. ബ്ലോക്ക് പ്രിൻ്റ്, ബോട്ടോ അങ്ങനെയൊക്കെ വന്നേനെ. ബ്ലോക്ക് പ്രിൻറ്റിൻ്റെന് ഇത് ഈ വിലക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യം കേട്ടോ. ഇത്രയും സെറ്റ് എടുത്തിട്ടായിരിക്കും, നമുക്കല്ല ഡീലർ എടുത്തിട്ടായിരിക്കും. വേണ്ട, എന്ത് രസമുള്ള കോമ്പിനേഷൻ നോക്കി. വെറൈറ്റി കോമ്പിനേഷനിൽ എല്ലാ കളറും. ഇല്ലാത്ത കളർ നോക്കി എടുത്തു. ഏത് കളർ ഇട്ടാലും ഇതിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ട് കേട്ടോ. പണ്ട് എനിക്ക് കുറേ കോട്ടയുണ്ടായിരുന്നു. ഈ തവണ കോട്ട ഇതിൻ്റെ എടുത്തു. നീ ജോർജറ്റിയിട്ടും ഇങ്ങനത്തെ ഒക്കെ കിടക്കാൻ പോവാം. എൻ്റെ വണ്ണം ഒന്ന് കുറവ്. വണ്ണം കുറഞ്ഞൊന്നും ആൾക്കാരൊന്നും പറയണ കേൾക്കാം. തീറ്റ കുറച്ചിട്ട് ഞാൻ നടക്കണില്ല. എന്തോ കുഴപ്പമാണോ? പ്രാർത്ഥിക്കണ്ടേ യേശുപ്പാ പരിശുദ്ധാത്മാവെ സഹായിക്കണേ, തീറ്റയിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്നൊക്കെ. കണ്ടല്ലോ, നല്ല കളറല്ലേ, പച്ചയും ബ്ലൂ. എത്താവരിക്കും ഭംഗി. ഇത് എന്ത് രസം. ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാട്ടോ എല്ലാത്തിൻ്റെയും. ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാണ്. എല്ലാം അടിപൊളി കളർ കോമ്പിനേഷനാണ്. ഏതെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. 1699 ഉള്ളൂ. ഇതിപ്പോൾ മിക്കവാറും അപ്പടിയും തന്നെ വെബ്സൈറ്റിൽ പോകും. അല്ല, അങ്ങനെയല്ല, ഇതിങ്ങനത്തെ സെറ്റ് വരുമ്പോഴാണ് സകല മനുഷ്യരും വെബ്സൈറ്റിൽ എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വെബ്സൈറ്റിൽ പകലും കാണും കേട്ടോ. മറ്റേ അവർ ഡ്രാഫ്റ്റിലിട്ട് പെട്ടെന്ന് ഈ കസ്റ്റമറും ഓൺലൈൻ പിള്ളേരും എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഇപ്പോൾ പകലും കുറേ ഇടുന്നുണ്ട് കേട്ടോ. കൂടുതൽ സെറ്റൊക്കെ എടുത്തിട്ട് വെബ്സൈറ്റ് മൊത്തം ആക്റ്റീവ് ആക്കാൻ ഇനി നിങ്ങൾക്ക് പകൽ കയറിയാലും വെബ്സൈറ്റിൽ കാണും. അങ്ങനെ വെബ്സൈറ്റിൽ നിന്നെല്ലാം മാറ്റാണ്ടിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അത് കാരണം ഇപ്പോൾ വെബ്സൈറ്റിലെ കൊച്ചിന് അതൊരു പണിയായിരിക്കും. 1699. പക്ഷേ നിങ്ങളിനി ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റിൽ കേൾക്കും. പിന്നെ വെബ്സൈറ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് നമ്പർ വെബ്സൈറ്റിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വെബ്സൈറ്റ് നമ്പറും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോൺ ആ കൊച്ച് അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലും സംശയം, സാധനം അയച്ചോ ഇല്ലയോ എന്തെങ്കിലുമൊക്കെ. 1699 അവിടുന്ന് ഇത് കിട്ടുമായിരിക്കും. എന്നാലും ആഷും ക്രീമോട്ടോ കളർ ഞാൻ പറയണ്ടല്ലോ. അതിൻ്റെ തീർന്നേ ഇത്രയും കളർ കോമ്പിനേഷനുണ്ട്. ഇനി അടുത്തത് നല്ല മനോഹര. ഇത് കണ്ടോ, ഹാൻഡ് വർക്ക് അടിപൊളി സിൽക്ക് തുണിയല്ല കേട്ടോ. ഒരു സൂപ്പർ സിൽക്ക്. എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയാൻ പാടില്ല. സോഫ്റ്റ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. വില കുറവാട്ടോ. 1350 രൂപയുള്ളൂ. നല്ലൊരു വിചിത്ര സിൽക്കല്ല, പക്ഷേ ഒരു ഗ്രീൻ സിൽക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കണ പോലെ. സോയാ സിൽക്ക് അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. ഇത് സോയാ സിൽക്ക് ഇതിനാണോ പറഞ്ഞതോ? ഇത് ഇച്ചിരി കയറി വരട്ടെ. ഈ യോക്ക് നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഒത്തിരി ഇറങ്ങി വയറിൻ്റെ ഇങ്ങനെ കൊണ്ടുപോയി കേട്ടോ തയ്ക്കേണ്ടത്. ഇങ്ങനെ 1350 ഉള്ളൂ. വിത്ത് ലൈനിങ് ആണ്. അല്ല, സോഫ്റ്റ് സിൽക്കിൻ്റെ ബോട്ടാട്ടോ. 1350 ഉള്ളൂ. ഫങ്ഷൻ വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടും ഇടാൻ നല്ല വർക്ക് കേട്ടോ. ഒരു ഗ്രാൻഡ് സെറ്റ്. അതേ നല്ല കളർ ചാർട്ടും പെട്ടെന്ന് തീരൂട്ടോ ഇതൊക്കെ. ഇപ്പോൾ നല്ല മനോഹരമായ സെറ്റുകൾ കിട്ടാൻ തന്നെ പാടില്ല. യേശുവിൻ്റെ കൃപയാലാട്ടോ നമുക്കുള്ള സെറ്റ് ദൈവം ഒരുക്കണേ. ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും. ഒന്നിനും മുട്ടില്ലാണ്ട്. ഈ വീഡിയോ പിടിക്കാൻ തുണി കിട്ടണ്ടേ? 8 ഐറ്റമൊക്കെ കാണിക്കണം ഒരു ദിവസം. എനിക്ക് വലിയ അതിശയാട്ടോ. നിങ്ങൾ ഓർക്കോ 8 ഐറ്റം പുതിയത് കാണിക്കാൻ കിട്ടണ്ടേ? എന്നെ സംബന്ധിച്ചത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ്. എനിക്കിങ്ങനെ വീഡിയോ പിടിക്കാൻ കിട്ടിയാൽ മാത്രം പോരല്ലോ, ഇത് തീരണ്ടേ. അടുത്ത വീഡിയോയ്ക്ക് കാശ് കൊടുക്കണല്ലോ. അതും ദൈവം അനുഗ്രഹിച്ച് നിങ്ങളെപ്പോലെ ദൈവ അനുഗ്രഹമുള്ള ദൈവജനത്തിനെ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചേക്കണം. ഈ ക്ഷാമകാലത്ത് എന്നെ ക്ഷേമത്തോടുകൂടി നിങ്ങളെപ്പോലെ ദൈവകൃപയുള്ള മനുഷ്യരാണ് എന്നും ഇവിടെ കാല് ചേർക്കണേ. എന്നും എല്ലാവരും വരുമ്പോൾ എന്നോട് പറയണ വചനം ആദ്യമായിട്ട് അതാട്ടോ ഞങ്ങളെ ആകർഷിച്ചതെന്ന്. അത് പിന്നെ എൻ്റെ നാവിൽ പറയണമെന്നല്ലേ ഉള്ളൂ. യേശുവിൻ്റെ വചനമല്ലേ, അതെല്ലാവരെയും ആകർഷിക്കാണ്ടിരിക്കുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യം തോന്നി. യേശുവിൻ്റെ വചനം ഇട്ടിട്ട് വീഡിയോ പിടിക്കാനുള്ള മഹാഭാഗ്യം ഏത് സമയത്ത് തോന്നിയോ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായത്.
യേശുവിൻ്റെ നാമത്തിൽ അറിയാൻ ഭാഗ്യം കിട്ടണം മനുഷ്യർ ആരൊക്കെയുണ്ട്, അതിൽ ഏറ്റവും ഭാഗ്യവതി ഞാനാണ്. 1390 അല്ലേ? 1390 അല്ലേ? 1390 അല്ല, 50 കേട്ടോ. 1350 അപ്പം കണ്ടേന്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചതാണ്. പക്ഷേ ഇതിനാൾക്കാരെല്ലാം ചോദിച്ചിട്ടുണ്ടോ. നല്ല കോട്ടയാട്ടോ. ഈ അജ്രക് പ്രിൻ്റുള്ള നല്ല കോട്ട, ഡാർക്ക് കളേഴ്സ്. അതിൻ്റെ ബോട്ടം സെമി സിൽക്ക്, അതിൻ്റെ ഷോളും നല്ലതാണ്. നല്ല സിൽക്കി കോട്ടയുടെ ഷോള്, അജ്രക് പ്രിൻ്റിൻ്റെ കോട്ടയും യോക്കിൽ ഇങ്ങനെ വർക്കും ഉണ്ട്. നല്ല സെറ്റാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇത് 1399. ഉള്ളൂ. സിൽക്കി കോട്ടയാണ്. ഷോളൊക്കെ ഇത് കനയില്ല, ഈ തുണിക്ക് കനയില്ല കേട്ടോ. ഇതിനും അതെ, ടോപ്പിനും അതെ. ആ കനയില്ലായ്മ ഒരു സൗന്ദര്യം തന്നെ, സുഖമാണ്. പിന്നെ സോഫ്റ്റ് സിൽക്ക് ബോട്ടും, നല്ല മെറ്റീരിയൽ. ബാക്കി ഇങ്ങനെയാട്ടോ, പ്രിൻ്റ് തന്നെയാണ്. 1399 അത്രേ ഉള്ളൂ. ഇതിന് 2 കളറുള്ളൂ. ഇത് അത് 2 കളറേ ഉള്ളൂ. ഇത് വി ഷേപ്പ് 1099 രൂപയുള്ളൂ കേട്ടോ. ഒരു സോഫ്റ്റ് സിൽക്കിൽ ഷോളയിലും ഇങ്ങനെ വർക്കുണ്ട് കേട്ടോ. പീസ ചാട്ടുകളാട്ടോ, നല്ല സെറ്റാണ്. കളർ എനിക്ക് നല്ല ചേർച്ചയല്ലേ. ബ്ലൂ, ഞാൻ ബ്ലൂ മജന്ത മാത്രമേ എടുക്കൂ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടു, അടിപൊളി എംബ്രോയ്ഡറിയാ, നല്ല സൂപ്പറാണ്. കാര്യമൊക്കെ ശരിയാണെങ്കിലും പ്ലെയിനും എംബ്രോയ്ഡറി. എനിക്ക് 2 സാരി പ്ലെയിൻ എടുത്ത് വർക്ക് ചെയ്യിക്കണം. അയ്യോ, ഇതിൻ്റെ ലോഡാ. പിന്നെ പ്ലെയിനും എംബ്രോയ്ഡറി എന്നെ ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള സംഭവം. അടിപൊളി സംഭവം. 1390. സൂപ്പറാണ്. 1390 ആണ്. അടിപൊളി സംഭവമാണ്. ഉണ്ടോ, എനിക്ക് സ്പീഡ് കുറഞ്ഞൊന്ന് വർത്താനം പറഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ ഈ പെണ്ണുങ്ങൾ വേഗാട്ടെ സമയം തെറ്റിച്ചു പറയും. ഇത് 13 പറഞ്ഞത് കഴിഞ്ഞ ഓണത്തെ വീഡിയോയുടെ ആട്ടോ. സോറി, കഴിഞ്ഞ ഓണത്തെ ലൈന് മുമ്പത്തെ സെറ്റിൻ്റെ എൻ്റെ പൊന്നെ 1099 ഉള്ളൂ കേട്ടോ. സോറി 1099. എല്ലാം നല്ല കളേഴ്സാണ്, നല്ല സുഖം ഇടാനും ചവിട്ടി പറിച്ച് യൂസ് ചെയ്യും. ഇനി കോട്ടൺ കാണിച്ചിട്ടൊന്നും വേണ്ട. കോട്ടൺ അജ്രക് പ്രിൻ്റ്, യോക്കിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള അജ്രക് പ്രിൻ്റ് വെച്ചിട്ട് എല്ലാ ഹാൻഡ് വർക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. കാന്താ വർക്കും സീക്വൻസ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ബോട്ടം, ബാക്ക് ഇങ്ങനെ പ്രിൻ്റഡ് അജ്രക് പ്രിൻ്റ്. വേണമെങ്കിൽ ലൈനിങ് ഇട്ടാൽ മതി. ലൈനിങ് ഇടുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ സെറ്റല്ല ലൈനിങ്. വണ്ണമുള്ളവർക്ക്, വണ്ണം ഇല്ലാത്തവർക്ക് ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി ഒതുക്കം കിട്ടും. 1400. ഇതിന് പ്യുവർ കോട്ടൺ ആട്ടോ. 1499. എല്ലാം പ്യുവറിന് വില കൂടിക്കൊണ്ടിരിക്കുക. 1499 ആണ്. നല്ല പ്യുവർ കോട്ടൺ ആണ്. സൂപ്പർ സംഭവമാണ്. നല്ല ഷോള് കണ്ടോ, അടിപൊളി ഷോള്. അതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സ് നേരെ തിരിച്ച്. കോട്ടൺ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് എന്നാൽ ചൂടല്ലേ. ഇന്ന് ഇച്ചിരി നേരം കറണ്ട് പോയി. അപ്പോൾ ഇൻവേർട്ടറാണ് ഇവിടെ, അത് നിന്ന് പോയി. അപ്പോൾ എല്ലാവരും പറയും അയ്യോ ചൂട്. മറ്റേ ചൂടെന്ന് പറയണില്ല, വൈകുന്നേരം വീട്ടിൽ പോകുന്നു, രാവിലെ വന്നു, എല്ലാവരും ഹാപ്പി. ക്ലൈമറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ഇന്നിവിടെ എല്ലാവർക്കും ചൂടാ. കാലാവസ്ഥയെ പറ്റി യാതൊരു വിഷമവും ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. എവിടെ ചൂടെന്ത് എന്നാണ് മൊത്തം പുകച്ചിൽ വീശൽ, എല്ലാവരും മൂടിയൊക്കെ പൊക്കി. 1499 ആട്ടോ. ഇതിൻ്റെ ഷോളൊക്കെ നോക്കാം, പ്യുവർ കോട്ടൺ ആട്ടോ. സോഫ്റ്റ് കോട്ടൺ ബ്ലോക്ക് പ്രിൻ്റ് കൊണ്ട് ഷോളിൽ അരികത്തത് ഇങ്ങനെയുണ്ട്. മൊത്തം ആഘോഷമാണ്. ബ്ലോക്ക് പ്രിൻ്റ് സൂപ്പർ ഷോളും ഇതുമാണ്. വില കൊടുക്കേണ്ടി അതിൻ്റേതായ പ്യുവർ കോട്ടണ, ഒരു മിക്സിങ്ങും ഇല്ല. 1499. ഇനി ഒരു സിൽക്കി കോട്ടയാട്ടോ. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും.
സിൽക്കി കോട്ടയിൽ, സിൽക്കി കോട്ട ഇഷ്ടമുള്ളവർക്ക് സിൽക്കി കോട്ട എടുക്കാം. 890 രൂപയുള്ളൂ. വിത്ത് ലൈനിങ് ആണോ? അല്ലല്ലോ, സിൽക്ക് ബോട്ടോ. ഷോളയിൽ ഇങ്ങനെ വർക്കുണ്ട്. അടിപൊളി സെറ്റ്. പിന്നെ ഇറക്കവും കിട്ടും കേട്ടോ. 46-47 ഇറക്കവും കിട്ടിക്കോളും. സോഫ്റ്റ് സിൽക്ക് ബാക്ക് ഇങ്ങനെ സിൽക്കി കോട്ടയാണ്. 890 രൂപയുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും പെട്ടെന്ന് എല്ലാവർക്കും ഇങ്ങനത്തെ റെയർ സെറ്റുകളൊക്കെ വരുമ്പോൾ വെബ്സൈറ്റിൽ എല്ലാവരും ചാടി എടുക്കുക, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണെന്നറിയാൻ പാടില്ല, കംപ്ലീറ്റ് വെബ്സൈറ്റിൽ പോകണം. പെട്ടെന്ന് എടുത്തോ. ഇതിൻ്റെ പ്രിൻ്റ് എംബ്രോയ്ഡറിയും ചിലതിനൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാം ഒരേ കളറിൽ ഒത്തിരി കിട്ടാഞ്ഞിട്ട് എല്ലാ സൈസും എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് കൊടുക്കണ്ടേ. കടയിൽ വരുന്നവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പരാതി. അത് കാരണം കടയിൽ താഴെയും വെബ്സൈറ്റ് ഓൺലൈൻകാർക്ക് എല്ലാം വെച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അത് അപ്പോൾ പ്രിൻ്റ് വലുതൊക്കെ എടുത്തേക്കണം. ഇത്രയും രീതിയിൽ എംബ്രോയ്ഡറിയാണ്. 890 രൂപയുള്ളൂ. ഇന്നത്തെ സെറ്റ് ഒരെണ്ണം പോലും കളയണ്ട. സെറ്റ് നല്ലത് കിട്ടുമ്പോൾ അങ്ങ് എടുത്തു. നമ്മൾ പിന്നെ നല്ലത് നോക്കുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത വീഡിയോയിലായിരിക്കും, ഒന്നും കിട്ടില്ല. ഞാൻ ജീവിതത്തെ പഠിച്ച എല്ലാ ചുരിദാർ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട എടുക്കും കേട്ടോ. കസ്റ്റമർ ചോദിച്ചു എന്നാൽ അത് വിറ്റ് കാശ് മേടിക്കാം, എനിക്ക് എന്നും ഉള്ള എനിക്ക് അടുത്ത തവണ അത് കിട്ടും. പിന്നെ എനിക്കത് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പണ്ട് ഞാൻ തിരുവല്ലാണ്ട് എടുക്കൂല, അതൊന്നും കടയിൽ ആരും എടുക്കാണ്ട് പോകുമ്പോൾ ഇങ്ങനെ അതെനിക്ക് തയ്ച്ചിടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഓരോ സെറ്റ് എടുക്കുമ്പോഴും ഇതെനിക്ക് പറ്റുമോ ഇതെനിക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ടാട്ടോ ഞാൻ എടുക്കണേ. $890. നല്ല കളേഴ്സാട്ടോ. കളേഴ്സ് ഒന്നും പേര് പറഞ്ഞില്ല. ടീൽ ബ്ലൂ ഇതായിരുന്നു മുമ്പ്. സൂപ്പർ കളേഴ്സ് എല്ലാവരും വേണ്ട. ഇങ്ങോട്ട് നോക്കിയിരിക്കാണ്ട്. 890. വേണ്ട 2 പേര് കാണിക്കാനിരിക്കട്ടെ കേട്ടോ. എന്നിട്ട് സ്പീഡില്ല. ഞാൻ ഒരാളാണ് ഈ ചെയ്യണേന്ന് നോക്കണേ. ഒരു വശം സ്കാലപ്പ്, ഒരു വശം എംബ്രോയ്ഡറി. കുറേ കളേഴ്സ് ഉണ്ട്, എല്ലാം നല്ല കളേഴ്സാണ്. ഇതിന് ഇച്ചിരി എംബ്രോയ്ഡറി വ്യത്യാസം. ആ കളർ തന്നെ, ആ കളർ തന്നെയാണോ? ഇല്ല, കളർ വ്യത്യാസമുണ്ട്. കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ഫോട്ടോ കണ്ടത്. ഇനി നിങ്ങൾ നേരത്തെ എടുത്തിട്ടുള്ള റീസ്റ്റോക്കാണ്, പക്ഷെ കുറേ കാലം ഈ സെറ്റ് കിട്ടിയിട്ട്. നമ്മുടെ സിൽക്ക് സെമി ടെസർ 999 ഉള്ളൂ. ഇതേ ഷോളും ഇങ്ങനെ. അയ്യോ പാൻറ്റില്ലേ, പാൻറ്റ് കോൺട്രാസ്റ്റ്. ഷോളിൻ്റെ അറ്റത്ത് ഇങ്ങനെയുണ്ട്. 999 ഉള്ളൂ കേട്ടോ. ഇതും എല്ലാവർക്കും പെട്ടെന്ന് ഇറ്റ് പോകുമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ടത്. വേണ്ട ഷോൾ ഇതല്ലേ. ഇത് ഇങ്ങനെയാട്ടോ വന്നേക്കണേ. ടോപ്പിൻ്റെ കളർ തന്നെ അറ്റത്താട്ടോ ഈ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ബോട്ട ഇങ്ങനെ 999. $999 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തു. നല്ല സെറ്റാണ്. തീ ചൂടത്ത് കൊണ്ടേ തേക്കാണ്ടിരുന്നാൽ മതി. എൻ്റെ എല്ലാ ഷോളും ഞാൻ മറച്ചിട്ടേക്കാം. മിക്ക ഷോളും തേച്ച് കയറിയിരിക്കുക. ഞാൻ എന്നും ഓർക്കും ഈ ചൂടൊക്കെ കുറച്ചിരിക്കുന്നു. എല്ലാവരും തേച്ചിട്ട് അവനവൻ്റെ ചൂട് കുറച്ചിട്ടില്ല. കത്തിപ്പോവും. അതിനൊക്കെ സെമി സിൽക്കല്ലേ. സിൽക്കിൽ മിക്സിങ് കയറ്റുമ്പോഴാണ് സെമി സിൽക്ക് ഉണ്ടാകണം. പോളിസ്റ്റർ നൂല് കയറ്റും. ആ നൂലാണ് ചൂട് ചെല്ലുമ്പോൾ കത്തിപ്പോണം. അപ്പോൾ അല്ലെങ്കിലും ഒറിജിനൽ സിൽക്കായാലും ഭയങ്കര ചൂട് കൊള്ളുമോ പറയാൻ പാടില്ല. സാധനം അങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്തൊക്കെ എപ്പോഴും റീസ്റ്റോക്ക് അടിക്കുന്ന മനോഹരമായ സെറ്റുകളാണ്. 999. ഇത് കളേഴ്സ് തോന്നുന്നു. കാണിച്ചില്ലേ ഇട്ടിട്ട് പോലെ ഇനി അതിമനോഹരമായ സെറ്റ് വരാനും പോകുന്നുള്ളൂ. 999. ഇതിൻ്റെയൊക്കെ ഷോള് കണ്ടല്ലോ അല്ലേ. കോൺട്രാസ്റ്റ് ഷോളും ആ ബോട്ട അടിയില കൃത്യം മാച്ചിങ്. നല്ല സൂപ്പർ സംഭവം. റാണി പിങ്ക്
കോഫി ബ്രോ ഇത് കാണിച്ചതല്ലേ? വേറെ ബീച്ചാണോ? എന്തോ ഒരു കളേഴ്സ് അവർ ഉണ്ടാക്കണേ. നല്ല ഡാർക്ക് ബീച്ചാണ്, അത് ലൈറ്റ് ബീച്ചല്ലേ? അതെ, വ്യത്യാസമുണ്ട് ഇച്ചിരി. വ്യത്യാസമുണ്ട്. കാണിച്ചു തന്നെ നല്ലതല്ല. ഇത് കാണിച്ചാണ് ദൈവമേ, കാണിച്ചു തന്നെയെങ്കിൽ ഞാൻ പടുത്തു കൂട്ടോ. ട്രിപ്പിൾ 9 ഈ അതിമനോഹരമായ ഒരു സെറ്റാട്ടോ, സൂപ്പർ. ഇത് നോക്കിക്കേ, ഇതിന് വലിയ വിലയില്ല കേട്ടോ, പക്ഷെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതിലൊരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ, ഫുള്ള്. ഇത് ഒരു സീക്വൻസ് വർക്ക്, അത് ഇത് ഫുള്ള് വർക്കാട്ടോ. ഫ്രണ്ട് വശത്ത് ബാക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുൾ വർക്കും പോയിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് വർക്കാട്ടോ, അടിപൊളി സെറ്റ്. എന്ത് ഭംഗിയാന്ന് നോക്കി. കളർ റാണി പിങ്ക്. ഷോളും ഒറിജിനൽ ക്രേപ്പ് ഷോളാട്ടോ. ഒറിജിനൽ ക്രേപ്പ് ഷോളിൻ്റെ ഷേളിൽ ഫുൾ വർക്കും. ബോട്ടം സാൻഡ് ഓൺ ബോട്ടം. വലിയ വിലയില്ല, 1399 ഉള്ളൂ. അടിപൊളി സംഭവം. ഇതിൻ്റെ സാരി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് കൊച്ചു കൊടുത്തേക്കണം. എല്ലാവരും അതിനോട് ഇത് എവിടുന്നാന്ന് ചോദിച്ചോടിക്കുക. കാഞ്ചീപുരം 10 ഭയങ്കര വിലയുടെ കൊടുത്തതിനെ ഒന്ന് മൈൻഡ് ചെയ്യണതേ കണ്ടോ. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ ഇതിൽ. ടോപ്പിൻ്റെ ഫ്രണ്ട് വശം ദേ കണ്ടോ, ഫുൾ എംബ്രോയ്ഡറി. ഇപ്പം ഇങ്ങനത്തെയൊക്കെയാണ് ആൾക്കാർക്ക് 10-20,000 രൂപയുടെ സാരി കൊടുത്തിട്ട് ഇത് എവിടുന്നാന്ന് പോലും ചോദിച്ചില്ലെങ്കിൽ എന്ത് വിഷമമായിരിക്കും അല്ലേ. ഇങ്ങനത്തെ സാധനം കൊടുക്കുമ്പോൾ ഇവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. വലിയ വിലയില്ല, ക്ലിക്ക് ആവുകയും ചെയ്യും. അല്ലേ 1399 ആണോ 99 ആണോ? 1399. അപ്പോൾ ഇട്ടിട്ട് പോകാം. പിന്നെ ആട്ടെ, ഫെബ്രുവരി ഇപ്പം ആകും. അപ്പോൾ നമുക്ക് സമ്മാനം മേടിക്കണ്ടേ? അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം. ആ ഷെയർ എന്നുള്ള ഓപ്ഷനല്ലേ. പിന്നെ യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. അത് കൂടാതെ ഈ വീഡിയോ കണ്ടുപിടിക്കണ എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.